Hey, hello, assalamu alaikum, and welcome back to yet another beautiful episode of Being You. So, ഇന്നത്തെ vlog is basically ഒരു ഇൻട്രസ്റ്റിംഗ് ആൻഡ് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് വിച്ച് ഇസ് ക്ലീനിങ്. അപ്പം എനിക്ക് ടെൻഷൻ വരുമ്പോഴും സന്തോഷം വരുമ്പോഴൊക്കെ ഞാൻ ക്ലീൻ ചെയ്യും. സോ ഇന്നത്തെ നമ്മുടെ ക്ലീനിങ്ങിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 to 5 days എനിക്ക് കണ്ടിന്യൂസ്ലി വർക്ക് ഉണ്ടായിരുന്നു. സോ മൈ റൂം ഇസ് കംപ്ലീറ്റ്ലി പെത്തറ്റിക് ഇപ്പോൾ. ആൻഡ് ഐ ഡോണ്ട് ലൈക്ക് എൻ്റെ സ്റ്റഫ്സ് അങ്ങനെ പരന്ന് നടക്കണമെന്നും എനിക്ക് ഇഷ്ടമില്ല. ഓൾസോ റംലാൻ ഇസ് കമ്മിങ്. സോ നമ്മൾ എന്തായാലും നനച്ചുകുളി ചെയ്യണമല്ലോ. നനച്ചുകുളി അറിയാത്തവരുണ്ടെങ്കിൽ ഡീപ് ക്ലീനിങ് ആണ് ഉദ്ദേശിക്കണേ. ബിഫോർ റംലാൻ വി ജസ്റ്റ് ഡീപ് ക്ലീൻ ഓൾ ഓഫ് അവർ സ്പേസസ്, ലൈക്ക് പ്രത്യേകിച്ച് വീട് മൊത്തത്തിൽ ക്ലീൻ ചെയ്യും. ഇന്ന് ഞാൻ എൻ്റെ റൂം ക്ലീൻ ചെയ്യുന്നതും അതുപോലെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഫോർ ഓർഗനൈസിങ് മൈ ജ്വല്ലറി ആൻഡ് സ്റ്റാഫ്. അതൊക്കെയാണ് കേട്ടോ കാണിക്കണേ ഇന്നത്തെ വ്ളോഗിൽ. ഐ ഹോപ്പ് എല്ലാവർക്കും ഇഷ്ടാവുന്ന ഒരു വ്ലോഗ് ആയിരിക്കും. സോ ആരും വ്ലോഗ് സ്കിപ്പ് ചെയ്യേണ്ടതെന്ന് കാണാം. ആൻഡ് ഓൾസോ ഹാപ്പി വാലന്റൈൻസ് ഡേ ഗൈസ്. ഞാനിത് ഷൂട്ട് ചെയ്യുന്നത് February 14th. I don't know when I'll be uploading this, so whatever. എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ. ഹാവ് ഫൺ. ഓക്കെ, സോ ഇന്ന് നമ്മുടെ വ്ലോഗിലേക്ക് കിടക്കാം. ഇനി അധികം പറഞ്ഞ ലേറ്റ് ആക്കുന്നുള്ള. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ഓക്കെ ഗായ്സ്, സോ ഇപ്പോഴത്തെ എൻ്റെ റൂമിൻ്റെ കണ്ടീഷൻ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇന്നലെ കൊണ്ടുവച്ച ചൂലാണ്, ഇതുവരെ അടിച്ചു വരിയിട്ടില്ല. മാറാലിൻ്റെ തട്ടി എല്ലാം സെറ്റാണ്. തിരുമ്പ് ചെയ്ത് മടക്കി വെച്ചത്. ഇനി കുറേ കാര്യങ്ങൾ ചെയ്യാണ്ട് കേട്ടോ. ബെഡ്ഷീറ്റ് മാറ്റണം, എൻ്റെ ഡ്രസ്സിങ് ടേബിൾ സെറ്റാക്കണം, എൻ്റെ മേക്കപ്പിന് കൊണ്ടുപോകുന്ന എല്ലാ സാധനങ്ങളും അവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. സോ നമുക്ക് അധികം ലേറ്റ് ആക്കാണ്ട് നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് ഇപ്പോഴത്തെ റൂമിന്റെ അവസ്ഥ. ബിഫോർ വീഡിയോ കാണിച്ചാലേ നമുക്ക് ആഫ്റ്റർ വീഡിയോ കാണുമ്പോൾ അതിന്റെ ഒരു എഫക്റ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ബിഫോർ വീഡിയോ ആഡ് ചെയ്തത്. അപ്പം എന്തായാലും നമുക്ക് ഫസ്റ്റ് എന്ത് പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം മാറല് തട്ടണം. കാരണം കുറേ കഴിഞ്ഞ് മാറല് തട്ടിയിട്ട് അങ്ങനെ. എന്തായാലും ഞാനിത് ഒറ്റക്ക് ഭയങ്കര മടിയാണ് ഇത് തീർക്കാൻ വേണ്ടിയിട്ട്. സോ ഞാൻ വിചാരിച്ചു വ്ളോഗ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു മോട്ടിവേഷൻ ആവുമല്ലോ ഇത് തീർക്കാൻ. അപ്പൊ അങ്ങനെ വിചാരിച്ചെടുക്കണ വീഡിയോ ആണ് കേട്ടോ. ഇനി ഇന്ന് മാത്രമേ എനിക്ക് ഫ്രീ ഉള്ളൂ, അതുകൊണ്ടിട്ടാണ് മെയിനായിട്ട്. പിന്നെ അങ്ങോട്ടേക്ക് ഫുൾ കണ്ടിന്യൂസ് വർക്കാണ്. പിന്നെ എനിക്ക് വീട്ടിലിരിക്കാൻ പറ്റില്ല. രാവിലെ പോയിട്ട് പിന്നെ ഈവനിങ് ഒക്കെ ആവുമല്ലോ വരാൻ. പിന്നെ ടയേർഡായി, ഉറക്കമായി, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ്. സോ ഞാൻ പിന്നെ കുറേ ആയി ഈ ഒരു വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ട്. അപ്പം ഇപ്പോഴാണ് ടൈം കിട്ടിയത് ഗൈസ്. സോ എന്തായാലും ലെറ്റ്സ് ബിഗിൻ. അപ്പം ഇന്നത്തെ ഫസ്റ്റത്തെ ടാസ്ക് വന്നിട്ട് നമ്മൾ തിരുമ്പി മടക്കി വെച്ച ഡ്രസ്സുകൾ ഉണ്ടാവുമല്ലോ, അതിങ്ങനെ അൽമാരയിലേക്ക് മടക്കി വെക്കുകയാണ്. എനിക്കിങ്ങനെ എൻ്റെ അൽമാര എപ്പോഴും നീറ്റായിട്ട് കാണണം. എന്തെങ്കിലുമൊക്കെ ഒന്ന് അലങ്കോലായി കിടന്നാൽ എനിക്ക് ഭയങ്കര പൂർത്തിയാണ്. അപ്പം ഞാൻ ഫസ്റ്റ് അത് തന്നെയാണ് കേട്ടോ ചെയ്തത്. ഇത് ഒരു പ്രാവശ്യമൊക്കെ എൻ്റെ അൽമാര നന്നാക്കി വെച്ച് കഴിഞ്ഞാൽ കുറേ കാലത്തിന് അത് അങ്ങനെ തന്നെ ഉണ്ടാവും. പിന്നെ മാറാല തട്ടിൽ ഞാൻ പറഞ്ഞില്ലേ കുറേ ആയി ഇപ്പം മാറാലൊക്കെ. അപ്പം അതായിരുന്നു നമ്മൾ അടുത്തത് ചെയ്തത് കേട്ടോ. മാറാല തട്ടിൽ ഇസ് ഡൺ ഗൈസ്. നൗ വി ഹാവ് ടു ക്ലീൻ ദ AC, ഫാൻ, പിന്നെ ഈ കബോർഡ് ഒന്ന് തുടയ്ക്കണം. വേറെന്താ, എൻ്റെ ഹാങ്കർ സെറ്റ് ഒന്ന് ക്ലിയർ ചെയ്യണം. സോ അതൊക്കെയാണ്. എനിക്ക് ക്ലീനിങ് പേഴ്സണലി പറയുകയാണെങ്കിൽ തെറാപ്പി പോലെയാണ്. കാരണം ക്ലീനിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എൻഗേജ്ഡ് ആവുമല്ലോ നല്ലോണം. അത് മാത്രമല്ല നമ്മുടെ ഒരു ഡേ നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് കൊണ്ടുപോകുമ്പം നമുക്ക് ആ ഒരു ഡേ ഫുൾ എനർജറ്റിക് ആയിരിക്കും. മറ്റേത് നമ്മൾ വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് തോട്ട്സ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്ലീനിങ്ങും ഓർഗനൈസിങ്ങും റീഅറേഞ്ചിങ്ങും ഒക്കെ. എൻ്റെ റൂമാണെങ്കിലും എൻ്റെ വീടാണെങ്കിലും ശരി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. സോ ഗൈസ്, വി ആർ ഇൻ ബിറ്റ്വീൻ ക്ലീനിങ് ആണ്. സോ ഐ തോട്ട് ഓഫ് ഷോയിങ് യു ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ച കുറച്ച് ഓർഗനൈസേഴ്സ്. ആൻഡ് ടുഡേ വി ആർ ഗോണ ഓർഗനൈസ് ദിസ് ആൻഡ് ഐ എം സോ എക്സൈറ്റഡ്. കുറച്ചുള്ളൂ, ഞാൻ കുറേയൊക്കെ കാണിച്ചു തന്നാണ്. ഇത് നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ ലിപ്സ്റ്റിക് ഓർഗനൈസർ ആണ്. ഓക്കെ, ലിപ്സ്റ്റിക് ഓർഗനൈസർ. ആൻഡ് പിന്നെ ഇത് ഞാൻ റീസെൻ്റ്ലി വാങ്ങിച്ചിട്ടുള്ള കുറച്ച് സ്കിൻ കെയർ, മൈ നെയിൽ പോളിഷ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. പൊട്ടിച്ചിട്ടില്ല. നമുക്കിനി ഇത് പൊട്ടിച്ചിട്ട് ഓർഗനൈസറിൽ വെക്കണം. ഓക്കെ, അതുണ്ട്. പിന്നെ ഇതാണ് വേറൊരു സംഗതി, നമുക്ക് പൊട്ടിച്ചു വെക്കാം. കുറേ ദിവസമായി സംഗതി വന്നിട്ട് ഞാൻ ഇതുവരെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല. വ്ലോഗ് എടുക്കുമ്പോൾ പൊട്ടിക്കാന്ന് വിചാരിച്ചിട്ട് നിന്നതിനു. ഇതെന്താന്ന് മനസ്സിലായോ ഗൈസ്?
കമ്മല് വെക്കാനുള്ള സ്റ്റാൻഡാണ്. ഞാൻ എൻ്റെ പെട്ടിയിൽ വെച്ചിട്ടേ കമ്മലൊക്കെ പെട്ടിയിൽ വെച്ചിട്ട് പോവാൻ നേരത്ത് എന്താണ് എൻ്റെ കയ്യിലുള്ളതെന്ന് പോലും ഓർമ്മ ഉണ്ടാവില്ല. കാരണം അത്രയും കമ്മല് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഡിസ്പ്ലേക്ക് വെക്കുന്ന പോലെ ഉള്ള സ്റ്റാൻഡ് മേടിക്കാം. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് കേട്ടോ മേടിച്ചത്. ഇതിൻ്റെ ഒന്നും പ്രൈസ് എനിക്ക് ഓർമ്മയില്ല. ഞാൻ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. നമുക്കിതൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം. അതിൽ 2 ഹോൾസ് വരുന്നുണ്ട്. ഈ ഒരു ഓട്ടയിലാണ് നമ്മൾ കമ്മൽ വെക്കുന്നത് കേട്ടോ. വളഞ്ഞുണ്ടല്ലോ, കുഴപ്പമില്ല. ഓക്കെ ഗായ്സ്, സോ ഒരു വുഡൻ സ്റ്റാൻഡും പിന്നെ കുറെ ഇതുമാണുള്ളത്. ഇതിൽ കമ്മൽ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. അതിന് മുന്നേ നമുക്ക് ഒരു ഓർഗനൈസറും കൂടെ പൊട്ടിക്കാനുണ്ട്. പൊട്ടിക്കാട്ടാ. ഈ സംഗതി ഞാൻ കുറെ പേരെടുത്ത് കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഭയങ്കര യൂസ്ഫുൾ ആണ്. കാരണം ഒരുപാട് സാധനങ്ങൾ ഇതിനകത്ത് നമുക്ക് കൊള്ളിക്കാൻ പറ്റും. ഇത് ഒരു ടേബിൾ ഓർഗനൈസർ ആണ്. നമ്മുടെ സ്കിൻ കെയർ സാധനങ്ങൾ ഞാൻ ഇങ്ങനെ എൻ്റെ ഡ്രസ്സിംഗ് ടേബിളിന്റെ മേലെ കുറെ ഐറ്റത്തിന്റെ ഉള്ളിലാണ് ഓരോന്ന് ഇട്ട് വെച്ചിട്ടുള്ള ഒരുപാട് സ്പേസ് പോകുന്ന പോലെ തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇത് ഓർഡർ ചെയ്തത് കേട്ടോ. ഇതും ആമസോണിൽ നിന്നാണ്. ഇതിന്റെ ലിങ്കും ഞാൻ ഇടാട്ടോ. ഓക്കെ ഗൈസ്, സോ ദിസ് ഇസ് ദ ഐറ്റം ആൻഡ് ദിസ് ഇസ് ഹൗ വി ഫിറ്റ്. ഇതിലാണ് ഞാൻ എൻ്റെ സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ വെക്കാൻ പോണേ. ആൻഡ് ഇറ്റ്സ് സൂപ്പർ കൂൾ. ലൈക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനിത് കുറെ മുന്നേ വ്ളോഗ്സിലൊക്കെ കണ്ടിട്ടുണ്ട്. അന്നേ മേടിക്കണം എന്ന് വിചാരിച്ചില്ല. ഇപ്പോഴാണ് പറ്റിയത്. നമുക്ക് എന്തായാലും ഇത് വെച്ചിട്ടും അറേഞ്ച് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ഡ്രസ്സിംഗ് ടേബിളിന്റെ ആദ്യത്തെ കോലം. ആവശ്യമില്ലാതെ കുറേ സാധനങ്ങൾ, കുറേ ഡബ്ബകൾ ഇങ്ങനെ വെച്ചിട്ടാണ് ഞാൻ ആദ്യമൊക്കെ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്തത്. അതൊരു കുറച്ച് സ്റ്റാൻഡേർഡ് ഇല്ലാത്ത പോലെ തോന്നി. അപ്പൊ ഞാൻ ആദ്യം എൻ്റെ മിറർ ഒന്ന് ഗ്ലാസ് ക്ലീനർ വെച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഓർഗനൈസറിൽ സാധനങ്ങളൊക്കെ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. തിരിക്കാൻ പറ്റുന്നതാണ് ഇതിന്റെ വലിയൊരു ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുള്ളത് എന്തായാലും കമന്റ് ചെയ്യുക. പിന്നെ നമ്മൾ കമ്മൽ സ്റ്റാൻഡ് അറേഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ ഈ ഒരു ഡബ്ബയിലാണ് ഞാൻ എല്ലാ സംഗതികളും ഇട്ട് വെക്കാറുള്ളത്. പക്ഷെ ഇതിനെ ഡബ്ബയിൽ ഇട്ട് വെക്കുന്ന പ്രശ്നം എന്താണെന്നറിയോ? ഒന്നായിട്ട് ടാങ്കിൾഡ് ആവും, ഒന്നായിട്ട് കെട്ടിക്കുടുങ്ങും. അതുമാത്രമല്ല നമുക്ക് പെട്ടെന്ന് എന്താണ് നമ്മുടെ കയ്യിലുള്ളത് എന്നുള്ളതൊന്നും ഓർമ്മ ഉണ്ടാവില്ല. അതുകൊണ്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നതാണ് ഒന്നും കൂടെ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് പേഴ്സണലി. ഇതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് സാധനങ്ങൾ കാണുകയും ചെയ്യാം, എടുക്കുകയും ചെയ്യാം, ഡ്രസ്സിനനുസരിച്ച് ചൂസ് ചെയ്യുകയും ചെയ്യാമല്ലോ. അങ്ങനെ ഗൈസ്, നമ്മൾ നമ്മുടെ ഇയറിംഗ് സ്റ്റാൻഡിൽ എല്ലാ ഇയറിങ്സും വെച്ചിട്ടുണ്ട്. എന്നിട്ടും കുറേ ബാക്കിയാണ് കേട്ടോ. ഒരു സ്റ്റാൻഡൊന്നും മതിയാവില്ല. പിന്നെ റൂമിൽ അത്ര സ്പേസ് ഇല്ല എല്ലാം കൂടെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഒരു സ്റ്റാൻഡേ മേടിച്ചിട്ടുള്ളൂ. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം ഞാൻ കാണിച്ചു തരാം അറേഞ്ച് ചെയ്തത് എങ്ങനെയുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതാവുമ്പോൾ എനിക്ക് ഓരോന്ന് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് കളേഴ്സൊക്കെ നോക്കി എടുക്കാമല്ലോ. മറ്റേത് ഇങ്ങനെ തപ്പണം, എവിടെയാണ് സാധനം, 1 എവിടെ 2 എവിടെ എന്നുള്ളത്. അപ്പോൾ ഇത് ഏതായാലും ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ്. ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. എല്ലാവരും ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഇനി ഇത്രയും ഐറ്റംസ് ഒക്കെ ബാക്കിയാണ്. വീണ്ടും കുറേ കമ്മലുകളുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള കമ്പാർട്ട്മെന്റ് ബോക്സസ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. സോ അതും കൂടെ ഞാൻ സെറ്റ് ചെയ്യട്ടെ. അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്തു. ബാക്കിയുള്ള ഓർണമെന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തു. നമുക്ക് കുറച്ച് വെസ്റ്റേൺ ജ്വല്ലറി ഉണ്ട്. അതായത് നമുക്ക് സൺലൈറ്റിനോട് എക്സ്പോസ് ചെയ്യാൻ പറ്റാത്ത ആന്റി ടാർണിഷ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുണ്ട്. അപ്പൊ അത് അറേഞ്ച് ചെയ്യാനും കൂടി ഞാനൊരു സാധനം വാങ്ങിയിട്ടുണ്ട്. അത് ഭയങ്കര വൈറലായിരുന്നു ഇന്റർനെറ്റിൽ. ഞാൻ ഒരുവിധം എല്ലായിടത്തും കണ്ടിട്ടുണ്ട്. സംഗതി എന്താന്ന് വെച്ചാൽ ഈ ഒരു മിനി ജ്വല്ലറി ബോക്സ് ആണ്. ഞാൻ എൻ്റെ പേരൊക്കെ കസ്റ്റമൈസ് ചെയ്ത് വാങ്ങിക്കണം എന്നായിരുന്നു കേട്ടോ വിചാരിച്ചേ. പക്ഷെ നടന്നില്ല. ഇതിന് എത്ര 175 റുപ്പീസോ അങ്ങനെ എന്തോ ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. ഇതിന്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. അപ്പൊ ഇതാ ഇങ്ങനെ ഒരു സിബ് ഒക്കെയാണ് വരുന്നത്. നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലിയും കൂടിയാണ് കേട്ടോ. നമുക്ക് ഭയങ്കര ഹാൻഡി ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ഇതിൽ നമുക്ക് ചെയിൻസ് വെക്കാം, ഇവിടെ നമുക്ക് റിങ്സ് വെക്കാം, ഇവിടെ നമുക്ക് ഇയറിങ്സ് ഇട്ട് വെക്കാം. അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര യൂസ്ഫുൾ സംഗതിയാണ്. എൻ്റെ അടുത്ത് ആകെ കുറച്ച് ഓർണമെന്റ്സേ ഉള്ളൂ വെസ്റ്റേണിൽ വരുന്നത്. കാരണം കൂടുതലും ഞാൻ എത്നിക് യൂസ് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ടിട്ട് നമുക്ക് എന്തായാലും ഉള്ള ഓർണമെന്റ്സ് നമുക്ക് ഇതിൽ സെറ്റ് ചെയ്ത് വെക്കാം. ഫസ്റ്റ് ഒക്കെ ഞാൻ ഇതാ ഈ ഒരു സംഗതിയിലാണ് എൻ്റെ എല്ലാതും വെച്ചിട്ടുണ്ടായത്. പക്ഷെ ഇത് ഞാൻ ഇവിടെ സൺലൈറ്റിന് എക്സ്പോസ് ചെയ്ത് വെക്കുന്നതിനെ കൊണ്ട് കുറേ സാധനങ്ങൾ കേടുവന്നു. ഈ ഒരു ജ്വല്ലറി ഓർഗനൈസർ കേട്ടോ. അതുകൊണ്ട് നമ്മൾ നേരെ മാറ്റി ഇതിലേക്ക് ആക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഇതാ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. എൻ്റെ ഉള്ള കുറച്ച് ജ്വല്ലറീസ് വെച്ച് സെറ്റ് ആക്കിയതാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ ഗൈസ് വി ഹാവ് സക്സസ്ഫുള്ളി റീഅറേഞ്ച്ഡ് നമ്മുടെ ഡ്രസ്സിംഗ് ടേബിൾ. എന്താ പറയാ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ.
കമ്മൽ ഇവിടെ വെച്ചു, വാനിറ്റി, മിറർ, എൻ്റെ ജ്വല്ലറി ഓർഗനൈസർ, ബ്രഷസ്, ലിപ്സ്റ്റിക്സ്. ഞാൻ പിന്നെ വലിയ ലിപ്സ്റ്റിക് ഓർഗനൈസർ എടുത്തില്ല, കാരണം അതിന് മാത്രമുള്ള ലിപ്സ്റ്റിക്സ് ഒന്നും ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ല കേട്ടോ. പിന്നെ ഈ ഒരു സെക്ഷനും ഇതിലെൻ്റെ സ്കിൻ കെയർ, മൈ ഫ്രാഗ്രൻസസ്, പിന്നെ എൻ്റെ നെയിൽ പോളിഷ്, നെയിൽ റിമൂവർ, ലിപ് ബാംസ്, അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ, ഹെയർ സിറം. പിന്നെ ഈ ഒരു കുട്ടി ബോക്സിലാണ് ഞാൻ എൻ്റെ ജ്വല്ലറീസ് എല്ലാം ഇട്ട് വെക്കാറുള്ളത്. അതുണ്ട് ഇതിനകത്ത്. പിന്നെന്താ ഉള്ളത്, യു ക്യാൻ റൊട്ടേറ്റ് ദിസ്, അതാണ് അതിൻ്റെ ഒരു വലിയൊരു ഫാക്ടർ. ഫൗണ്ടേഷൻ, മിസെല്ലാർ വാട്ടർ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അടുത്ത നമ്മൾ എ സി ക്ലീൻ ചെയ്യാൻ വേണ്ടി നിന്നു കേട്ടോ. എ സിൻ്റെ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ട് തട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ വിൻഡോ ക്ലീനിങ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. പിന്നെ ലോങ് മിററും ഞാൻ ഇതേപോലെ ഗ്ലാസ് ക്ലീനറൊക്കെ ഇട്ട് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഹാങ്കർ സെറ്റ് ഒന്ന് റെഡിയാക്കി കേട്ടോ. ഡ്രസ്സിലുള്ള പൊടികളൊക്കെ തട്ടി. പിന്നെ ഞാൻ അതിൻ്റെ താഴെയാണ് ചെരുപ്പും കാര്യങ്ങളൊക്കെ വെക്കാറുള്ളത്, കുറച്ച് ചെരുപ്പും കാര്യങ്ങളൊക്കെ വെക്കാറുള്ളത്. അതൊക്കെ നന്നായിട്ട് അത്യാവശ്യത്തിന് നല്ലോണം പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ബോക്സസിൽ ഞാൻ തന്നെ കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ചെരുപ്പുകളാണ് വെക്കാറ്. അപ്പോൾ അതാകുമ്പോൾ ഉള്ളിലേക്ക് പൊടി കയറില്ലല്ലോ വെച്ചിട്ടാണ്. അപ്പോൾ ബോക്സും കാര്യങ്ങളൊക്കെ തുടച്ച് വൃത്തിയാക്കി. പിന്നെ ഇനി അടുത്തത് നമ്മുടെ മെയിൻ പരിപാടി ബെഡ് നന്നാക്കലാണ്. ബെഡിലാണെങ്കിൽ ഇപ്പം ഞാൻ കുറേ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാരി ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒതുക്കി. പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ പില്ലോ കവറും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ബെഡ്ഷീറ്റും വിരിക്കാൻ നേരത്താണ് എന്നെ ലഞ്ച് കഴിക്കാൻ വിളിച്ചത്. അപ്പം ഇനി ലഞ്ച് കഴിച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. ബെഡ്ഷീറ്റ് വിരിച്ചിട്ടില്ല, ലഞ്ച് കഴിക്കാൻ വിളിക്കുന്നുണ്ട്. നമുക്ക് ലഞ്ച് കഴിച്ചിട്ട് ബാക്കി പരിപാടിയിലേക്ക് പോവാം. സോ ലെറ്റ്സ് ഗോ ഡൗൺ ദിസ്. ഓക്കെ, കം ഓൺ. പൊരി പൊരി ഐസിക്ക് ബിരിയാണി മാമു. ഓനോട് നോക്കാൻ പറഞ്ഞോ, നോക്കൂല. അങ്ങോട്ട് മാറിക്കുന്നു. ഓക്കെ ഗൈസ്, മമ്മിയുടെ ബദ്ബൂത്ത് എങ്ങനെ ഉണ്ട് എന്ന് നമുക്ക് ടേസ്റ്റ് നോക്കി പറയാം. വി ഹാവ് ടൊമാറ്റോ ചട്നി ആൻഡ് ഓണിയൻ എ സൈഡ് ഡിഷ്. സോ ലെറ്റ്സ് ഗോ. You also there. സൂപ്പർ ടേസ്റ്റി, സൂപ്പർ ടേസ്റ്റി മമ്മി. പിന്നെ ഞാൻ വേഗം വന്നിട്ട് ബെഡ്ഷീറ്റ് വിരിച്ചിട്ടോ. ഈ പുതിയ ബെഡ്ഷീറ്റ്സ് വിരിക്കുന്ന സമയത്ത് അതുമെല്ലാവരും ഇരിക്കാൻ പാടില്ല എന്നുള്ളൊരു വാശിയുള്ള ആളാണ് ഞാൻ. കാരണം അത് ചുളിയുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. എനിക്കത് വിരിച്ച പോലെ തന്നെ എപ്പോഴും കാണണം. പക്ഷെ അത് പോസിബിൾ അല്ലല്ലോ. ഫുഡൊക്കെ കഴിച്ച് നല്ലോണം ഉറങ്ങാനാണ് പൂതിയാണ് ഗൈസ്, പക്ഷേ പറ്റില്ലല്ലോ, നമുക്ക് പിന്നെ വീഡിയോ എടുത്ത് തീർക്കണം. അതിനെക്കൊണ്ട് ഞാൻ വേഗം വന്ന് ബെഡ്ഷീറ്റൊക്കെ വിരിച്ചൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് എൻ്റെ ബ്രഷസ് ഉണ്ട്, മേക്കപ്പ് ബ്രഷസ്. അപ്പോൾ അതൊക്കെ വാഷ് ചെയ്യാനുണ്ട്. അപ്പം നമുക്കിനി അത് നോക്കാം ഗൈസ്. ഓക്കെ, this is how I clean my brushes with the brush cleaning mat. പിന്നെ എനിക്ക് എൻ്റെ വാനിറ്റി ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാനുണ്ടായിരുന്നു. പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ വാഷ് ചെയ്ത് വെച്ച കുറച്ച് സാധനങ്ങളൊക്കെ തിരിച്ച് ബോക്സിലേക്ക് തന്നെ വെക്കുന്ന പരിപാടിയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നേരെ അടിച്ചു വരാൻ നിന്നു കേട്ടോ. കുറേ അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കുറേ പാക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യത്തിലേറെ ചണ്ടിയും ഉണ്ടായിരുന്നു കേട്ടോ. ഇത്രയും സാധനങ്ങൾ ഞാൻ എൻ്റെ റൂമിൽ നിന്ന് ഒഴിവാക്കിയതാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ റൂമിൻ്റെ ആഫ്റ്റർ വീഡിയോ കണ്ടാലോ. ടടാ, എങ്ങനെയുണ്ട് ഗൈസ്? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇന്ന് ഞാൻ എൻ്റെ ഡ്രസ്സിങ് ടേബിൾ അറേഞ്ച് ചെയ്താണ് ഏറ്റവും ഇഷ്ടമായത്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് എന്തായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നേരെ ഞാൻ പോയിട്ടൊരു കുളി പാസ്സാക്കാൻ നിന്നു. കാരണം കുറേ വൃത്തിയാക്കി ക്ഷീണിച്ചതല്ലേ.
അങ്ങനെ ഗായ്സ് വി ടുക്ക് എ ലോങ് ഷവർ. അതൊക്കെ കഴിഞ്ഞു, എല്ലാ പരിപാടികളും ഇന്നത്തെ കഴിഞ്ഞു. 5:45 രാവിലെ തുടങ്ങിയിട്ട് 5:45 ഇന്നത്തെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞത്. പക്ഷേ ഏതായാലും അൽഹംദുലില്ലാ ഞാൻ വിചാരിച്ച പോലെ എല്ലാം തട്ടിക്കൊട്ടി ഉഷാറാക്കിയിട്ടുണ്ട്. കുറച്ച് കുഴങ്ങിയിട്ടാണ്, എന്നാലും കുഴപ്പമില്ല, അങ്ങനെയൊക്കെ തീർത്തു. വീഡിയോ എടുക്കണോണ്ടാണ് മെയിനായിട്ട് ഇതൊന്ന് തീർന്നത്, അല്ലെങ്കിൽ 2 ദിവസം വെച്ച് തീരുള്ളൂ. അപ്പം എൻ്റെ ഓർഗനൈസിങ് ക്ലീനിങ് ഈ ഒരു കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യുക. പിന്നെ യു നോ ദ ഡ്രിൽ, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെന്താ ഷെയർ ചെയ്യുക, പിന്നെ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പം പുതിയൊരു വീഡിയോ വരേക്കും അസ്സലാമ. ഐ ലവ് യു ഓൾ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.